യുക്രൈൻ യുദ്ധത്തിന് ശേഷം പാശ്ചാത്യ രാജ്യങ്ങളുമായി നിലനിന്നിരുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിച്ച് സൗഹൃദപരമായ സമീപനം സ്വീകരിക്കാൻ റഷ്യ തയ്യാറെടുക്കുന്നതായിട്ടാണ് സൂചനകൾ ഇപ്പോൾ ഉള്ളത്. ഈ മാറ്റം റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലവ്റോവിന്റെ പ്രസംഗത്തിലൂടെയാണ് ലോകമറിഞ്ഞത്. മോസ്കോ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസിൽ നടത്തിയ പ്രസംഗത്തിൽ പകപോക്കാനോ ദേഷ്യം കാണിക്കാനോ റഷ്യയ്ക്ക് ഉദ്ദേശമില്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. യുക്രൈൻ വിഷയത്തിൽ റഷ്യയുമായി ബന്ധം വിച്ഛേദിച്ചതും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതുമായ പാശ്ചാത്യ രാജ്യങ്ങളോടുള്ള റഷ്യയുടെ നയത്തിൽ വന്ന ഈ മാറ്റം വലിയ പ്രാധാന്യം അർഹിക്കുന്നുമുണ്ട്. ഈ മാറ്റത്തിന് പിന്നിലെ കാരണങ്ങൾ എന്തെല്ലാമായിരിക്കാം? പ്രധാനമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും ചില ഘടകങ്ങളാണ് റഷ്യയുടെ നിലപാടിന് പിന്നിൽ. യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി തന്നെ ബാധിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥയും വിദേശ നിക്ഷേപങ്ങളുടെ കുറവും റഷ്യയുടെ വികസനത്തിന് തടസ്സമുണ്ടാക്കി. ഈ സാഹചര്യത്തിൽ സാമ്പത്തിക തിരിച്ചടികൾ മറികടക്കാൻ റഷ്യയ്ക്ക് മറ്റ് രാജ്യങ്ങളുമായി ബന്ധം മെച്ചപ്പെടുത്തേണ്ടതും അത്യാവശ്യമാണ്. നമ്മളൊരു ചെറിയ ഗ്രഹത്തിലാണ് ജീവിക്കുന്നത്. ബെർലിൻ മതിലുകൾ പണിയുന്നത് പാശ്ചാത്യ ശൈലിയായിരുന്നു. നമുക്കൊരു മതിലും പണിയാൻ താല്പര്യമില്ല എന്നും ലവ്റോവ് പറഞ്ഞത് റഷ്യയ്ക്ക് കൂടുതൽ സൗഹൃദപരമായ അന്തരീക്ഷം ആവശ്യമാണെന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. റഷ്യയുടെ നിലപാടിന് പ്രധാന കാരണം സാമ്പത്തിക മേഖലയിലെ മാറ്റങ്ങളാണ്. ഉപരോധങ്ങൾ മൂലം റഷ്യൻ വിപണിയിൽ നിന്ന് പിൻവാങ്ങിയ പാശ്ചാത്യ കമ്പനികളെ തിരികെ സ്വാഗതം ചെയ്യാനുള്ള ആഗ്രഹവും റഷ്യ പ്രകടിപ്പിച്ചു. റഷ്യയുടെ നീക്കം രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടുള്ളതാണ്. കാരണം പല പാശ്ചാത്യ കമ്പനികളും റഷ്യൻ വിപണിയിൽ വലിയ സംഭാവനകൾ നൽകിയിരുന്നു. അവർ തിരികെ വരുന്നത് റഷ്യയുടെ സാമ്പത്തിക സ്ഥിതിയെ മെച്ചപ്പെടുത്താനും സഹായിക്കും. എന്നാൽ ഈ കമ്പനികളുടെ ഭാവി പ്രവേശനം അവർ റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും സുരക്ഷയ്ക്കും എന്തുതരം അപകട സാധ്യതകളാണ് ഉണ്ടാക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കാരണം പിൻവാങ്ങിയ ചില കമ്പനികൾക്ക് റഷ്യയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. റഷ്യയുടെ വിദേശ നയങ്ങളിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് ഈ നീക്കം. പരമ്പരാഗതമായി ശക്തമായ നിലപാടുകളും പ്രതികാര മനോഭാവവും പ്രകടിപ്പിച്ചിരുന്ന റഷ്യ ഇപ്പോൾ കൂടുതൽ വിവേകത്തോടെയാണ് കാര്യങ്ങളെ സമീപിക്കുന്നത്. ഇതൊരു തരം പരിണത പ്രജ്ഞ എന്ന് വിശേഷിപ്പിക്കാം. ശത്രുത ഒരു നല്ല ഉപദേശകനല്ല എന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. സംഘർഷങ്ങളും യുദ്ധങ്ങളും രാജ്യത്തിന് ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങളും മനുഷ്യാധ്വാന നഷ്ടങ്ങളും ഉണ്ടാക്കുന്നു. അതിനാൽ മറ്റ് രാജ്യങ്ങളുമായി ഒരു സംവാദത്തിന് തയ്യാറാകുന്നത് സമാധാനം നിലനിർത്താനും ഭാവിയിലെ സഹകരണങ്ങൾ ഉറപ്പാക്കാനും സഹായിക്കും. ഒരു പുതിയ സമീപനം റഷ്യയുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളെക്കുറിച്ച് പല ചർച്ചകൾക്കും വഴിവെച്ചിട്ടുണ്ട്. റഷ്യയ്ക്ക് തങ്ങളുടെ നിലപാടുകളിൽ മാറ്റം വരുത്താൻ നിർബന്ധിതരാകേണ്ടി വന്നതാണോ അതോ ഇതൊരു തന്ത്രപരമായ നീക്കം മാത്രമാണോ? എന്തായാലും ഈ നീക്കം റഷ്യൻ പ്രസിഡന്റ് പുടിന്റെയും ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവിന്റെയും പിന്തുണ നേടുന്നുണ്ട്. ഇതൊരു ഏകീകൃത നിലപാടാണെന്നും നയതന്ത്രപരമായ തന്ത്രത്തിന്റെ ഭാഗമാണെന്നും സൂചിപ്പിക്കുന്നു. റഷ്യയുടെ നയമാറ്റത്തോട് ലോകരാജ്യങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നതും ഒരു ചോദ്യമാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയുടെ പുതിയ നിലപാടുകളെ സംശയത്തോടെയാകും നോക്കിക്കാണുന്നത്. കാരണം യുക്രൈൻ യുദ്ധം ഇനിയും അവസാനിച്ചിട്ടില്ല. എന്നിരുന്നാലും ഈ നീക്കം തന്ത്രപരമായ സംഭാഷണങ്ങൾക്ക് ഒരു പുതിയ വാതിൽ തുറക്കുന്നു. ഇത് മറ്റ് രാജ്യങ്ങളുമായി റഷ്യയ്ക്ക് കൂടുതൽ നല്ല ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കുമെന്നും അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് ഈ നയമാറ്റം ഗുണകരമാണ്. റഷ്യയുമായി നല്ല ബന്ധം പുലർത്തുന്ന ഇന്ത്യക്ക് ഈ മാറ്റം കൂടുതൽ സൗഹൃദപരമായ സഹകരണങ്ങൾക്ക് അവസരമൊരുക്കും. റഷ്യയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ഇടയിലുള്ള സംഘർഷങ്ങൾ കുറയുന്നത് ലോക സമാധാനത്തിനും വ്യാപാരത്തിനും ഗുണകരമാകും. റഷ്യയുടെ നിലപാടുകൾ ഭാവിയിൽ എത്രത്തോളം ഫലപ്രദമാകുമെന്നും കണ്ടറിയണം. യുക്രൈൻ വിഷയത്തിലെ സംഘർഷങ്ങൾ പൂർണ്ണമായി അവസാനിച്ചാൽ മാത്രമേ റഷ്യയുമായി പൂർണ്ണമായ സഹകരണത്തിന് പാശ്ചാത്യ രാജ്യങ്ങൾ തയ്യാറാവുകയുള്ളൂ. അതുവരെ ഈ നിലപാടുകൾ ഒരു താൽക്കാലിക പരിഹാരമായി മാത്രം നിലനിൽക്കാം. റഷ്യയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ഇടയിൽ ഒരു മതിൽ പണിയാൻ റഷ്യ ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു നല്ല തുടക്കമാണ്. ഇത് ഇരു രാജ്യങ്ങൾക്കും കൂടുതൽ വിവേകത്തോടെ പ്രവർത്തിക്കാൻ അവസരം നൽകും. റഷ്യയുടെ ഈ നീക്കം അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുകയാണ്. ശക്തമായ നിലപാടുകളിൽ നിന്ന് വിവേകപൂർണ്ണമായ സമീപനത്തിലേക്ക് മാറിയത് റഷ്യയ്ക്ക് പുതിയ വാതിലുകളും തുറക്കും. എങ്കിലും ഈ മാറ്റങ്ങൾ എത്രത്തോളം ആത്മാർത്ഥമാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഭാവിയിലെ ബന്ധങ്ങളും. റഷ്യയുടെ പുതിയ നിലപാട് പ്രധാനമായും സാമ്പത്തിക നേട്ടങ്ങൾ ലക്ഷ്യമിട്ടാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ കാരണം റഷ്യൻ വിപണിയിൽ നിന്ന് പിൻവാങ്ങിയ കമ്പനികളെ തിരികെ കൊണ്ടുവരാനുള്ള റഷ്യയുടെ ആഗ്രഹവും ഇതിൽ നിന്നും വ്യക്തമാണ്. ഇത് റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ പുനർജീവിപ്പിക്കാനും സഹായിക്കും. പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുമ്പോൾ തന്നെ റഷ്യ, ചൈന, ഇന്ത്യ, മധ്യേഷ്യൻ രാജ്യങ്ങൾ എന്നിവയുമായി തങ്ങളുടെ വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ നയം തുടരുകയാണെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളെ മാത്രം ആശ്രയിക്കുന്ന ഒരു ലോകക്രമത്തിൽ നിന്ന് ഒരു ബഹുദ്രുവ വ്യാപാര ലോകം രൂപപ്പെടാൻ ഇത് കാരണമാകും. ലോകത്തിന്റെ ഏറ്റവും വലിയ ഊർജ്ജ ഉൽപ്പാദകരിൽ ഒന്നാണ് റഷ്യ. റഷ്യയുടെ ഊർജ്ജം വാങ്ങാൻ തയ്യാറായ പുതിയ രാജ്യങ്ങളെ റഷ്യ കണ്ടെത്തിയിട്ടുമുണ്ട്. ഇത് യൂറോപ്പിനൊരു ബദലായി മറ്റു ഊർജ്ജ വിപണികളും തുറക്കുന്നതായിരിക്കും. ഈ മാറ്റങ്ങൾ ആഗോള വ്യാപാരത്തിൽ ഡോളറിന്റെ മേധാവിത്വം കുറയാനും കാരണമാകും. കാരണം റഷ്യയും ഇന്ത്യയും ചൈനയും തമ്മിൽ തദ്ദേശീയമായി കറൻസികൾ ഉപയോഗിച്ചുള്ള വ്യാപാരം വർദ്ധിച്ചു വരുന്നു. റഷ്യയുടെ നിലപാട് ആഗോള രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്താനുള്ള സാധ്യതയുമുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള സംഭാഷണങ്ങൾക്ക് റഷ്യ വാതിൽ തുറന്നിടുന്നത് പുതിയ നയതന്ത്ര ചർച്ചകൾക്കും വഴി തുറക്കും. റഷ്യയുടെ ഈ നയം ലോക സമാധാനത്തിന് ഒരു വഴി തുറക്കുന്നതാണ്. ഇത്
മറ്റ് രാജ്യങ്ങൾക്ക് റഷ്യയുമായി കൂടുതൽ നല്ല ബന്ധം സ്ഥാപിക്കാനും സഹായിക്കുന്നു. ഉദാഹരണത്തിന് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള സഹകരണം ഊർജ്ജം, പ്രതിരോധം, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ കൂടുതൽ ശക്തമാകും. റഷ്യയുടെ ഈ നീക്കം ഒരു ഏകധ്രുവ ലോകത്തിൽ നിന്ന് ഒരു ബഹുധ്രുവ ലോകത്തിലേക്കുള്ള മാറ്റത്തെയും ശക്തിപ്പെടുത്തും. ഇതൊരു രാജ്യത്തിന്റെയോ കൂട്ടായ്മയുടെ മാത്രം ആധിപത്യമില്ലാത്ത ലോകക്രമമാണ്. ഈ മാറ്റങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ ഒരു പുതിയ കൂട്ടുകെട്ട് രൂപപ്പെടുത്താനും സഹായിക്കുന്നു. ഇത് ഭാവി ലോകത്തൊരു പുതിയ ശക്തി സന്തുലിതാവസ്ഥ സ്ഥാപിക്കാനും സാധ്യതയുണ്ട്. റഷ്യയുടെ നയം നല്ലതാണെങ്കിലും ഇതിന് ചില വെല്ലുവിളികളും ഉണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയുടെ പുതിയ നിലപാടുകളെ സംശയത്തോടെയാകും നോക്കിക്കാണുന്നത്. കാരണം യുക്രൈൻ യുദ്ധം ഇനിയും അവസാനിച്ചിട്ടില്ല. ഈ മാറ്റം നയതന്ത്രപരമായ തന്ത്രത്തിന്റെ ഭാഗമാണോ അതോ റഷ്യയുടെ നിലപാടുകളിൽ വന്ന ഒരു ആത്മാർത്ഥമായ മാറ്റമാണോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഭാവിയിലെ ബന്ധങ്ങളും.